ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ അവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കിടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ. ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവുമളക സുഷമയും. കാരുണ്യാമൃതരസ സമ്പൂർണ നയനവുമാരുണ്യാംബര പരിശോഭിത ജഘനവും. ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുരമുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ഡലവദനവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ. സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും
വന്ദിച്ചു തിരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പദേ. നിൻ തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ. അച്യുതനനന്ദനൗവ്യക്തനൗവ്യയലേഖൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ചയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിൻ തിരുവടിനൂലം നിൻ തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം തോറ്റേ? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധോ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. തുൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമി കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശാമോഹിപ്പിച്ചിടായമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം
ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതുമന്തരമില്ല, ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൾ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുട രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും. സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. പൂർണ്ണ ഗർഭം ധരിച്ചു. അങ്ങനെ അർഭകന്മാരും 4 അർഭകന്മാർ കുഞ്ഞുങ്ങൾ 4 കുഞ്ഞുങ്ങളും പിറന്നാർ ഉടനുടൻ വഴിയെ വഴിയെ ആയിട്ട് 4 പേരും അങ്ങനെ പിറന്നു. ഇനി ഭഗവാൻ ജനിച്ചപ്പോഴുണ്ടായ ആ ഒരു നക്ഷത്ര നിലയെ, ജ്യോതിഷപ്രകാരമുള്ള നക്ഷത്ര നിലയെ കുറിച്ച് പറയുന്നു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന ആ ഒരു കാലത്തിലാണ് അച്യുതൻ ഭഗവാൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ, കൗസല്യയുടെ മകനായിട്ട് ജനിച്ചത്. നക്ഷത്രം പുനർവസു പുണർദം നക്ഷത്രത്തിൽ നവമി അല്ലോ തിഥി. ഒരു മാസത്തിൽ 15 തിഥിയാണ്. അതിൽ നമുക്ക് ഏകാദശിയൊക്കെ വളരെ പരിചയമുള്ള തിഥിയാണ്. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ അഷ്ടമിക്കാണ് ജനിച്ചത്, കൃഷ്ണാഷ്ടമി. വാമനാവതാരം ദശമിക്കായിരുന്നു, അതാണ് തിരുവോണത്തിലെ ദശമി നാളിലാണ്. ഇനി ഇപ്പോൾ ഭഗവാൻ നവമി നാളിലാണ്, അതുകൊണ്ടാണ് രാമനവമിയായിട്ടത് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ അത് തിഥിയുടെ പേരാണ്, ദിവസം എന്നർത്ഥം. ആ ദിവസം നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി, ഇതാ ഒരു ഗ്രഹനിലയെ കുറിച്ച് പറയുകയാണ്. നക്ഷത്രാധിപനായിട്ടുള്ള ആ ഒരു ചന്ദ്രനോടു കൂടവേ ബൃഹസ്പതി വ്യാഴം
കർക്കിടക രാശിയിലാണ് അവിടെ ലഗ്നം. അപ്പൊ ഈ ജ്യോതിഷപ്രകാരമുള്ള കാര്യങ്ങൾ അറിയുന്നവർക്കേ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്ക് ഇതൊക്കെ കേട്ട പരിചയമേ ഉള്ളൂ. അപ്പോൾ കർക്കിടക രാശിയിലെത്തിയിരിക്കുന്ന ആ ഒരു പുണ്യസമയം അത്യുച്ചസ്ഥിതനായിട്ട് ആ ബൃഹസ്പതി, അതായത് വ്യാഴം സ്ഥിതനായിട്ടിരിക്കുന്ന സമയം, അവിടെ അർക്കൻ സൂര്യൻ അത്യുച്ചസ്ഥൻ, അതായത് സൂര്യന്റെ ഏറ്റവും പൂർണ്ണതയുള്ള സമയം എന്ന് പറയുന്നത് മധ്യാഹ്നമാണ്. അങ്ങനെ മധ്യാഹ്ന സമയത്തുള്ള അങ്ങനെ ഉദയം ചെയ്ത കർക്കിടക രാശി, ആ രാശിയിൽ അർക്കജൻ തുലാത്തിലും, അർക്കൻ സൂര്യന്റെ മകൻ അർക്കജൻ ശനി, അപ്പൊ ശനി തുലാത്തിലും, തുലാം രാശിയിലും, ഭാർഗവൻ ശുക്രൻ മീനം രാശിയിലും, മീനത്തിലും, വക്രനും ഉച്ചസ്ഥനായി, ചൊവ്വ ഉച്ചസ്ഥനായിട്ട് മകരം രാശി തന്നിലും ഇങ്ങനെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. അപ്പോൾ പുണ്യജന്മങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഗ്രഹനിലയും അതുപോലെ യോജിച്ച് അതിന് പറ്റിയ ഒരു നിലയിൽ ആയിത്തീരും എന്ന് തന്നെയാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ അവതരിച്ചത്. അങ്ങനെ ഭഗവാൻ അവതരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദിക്കുകൾ പ്രസാദിച്ചു. ഇവിടെ ഭഗവാൻ ജനിക്കുന്നത് മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏകദേശം ഏപ്രിൽ മാസത്തിലെ രാമനവമി വരുന്നത്. മേടമാസത്തിലാണ് ഭഗവാൻ ജനിച്ചത്. ദിക്കുകളൊക്കെ പ്രസാദിച്ചു, ആ പ്രപഞ്ചം മുഴുവൻ പ്രസാദം ഉള്ളതായിട്ട് അത് അനുഭവപ്പെടുന്നു. ഒപ്പം ദേവകളും പ്രസാദിച്ചു. പെറ്റിതു കൈകേയിയും, ഇത് ഭഗവാനെ പുണർദം നക്ഷത്രം ആ ഒരു ദിവസം പ്രസവിച്ചു. അതിന്റെ പിറ്റേ നാൾ, അതായത് പുഷ്യ നക്ഷത്രം, പൂയം നക്ഷത്രത്തിൽ കൈകേയിയും പെറ്റിതു. പുഷ്യ നക്ഷത്രത്തിലാണ് ഭരതൻ ജനിക്കുന്നത്. അതിന് പിറ്റേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ആയില്യം നക്ഷത്രത്തിലാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നത്. അങ്ങനെ ഈ 3 പേരും ഓരോരോ ദിവസത്തിന്റെ ഇടവേളയിലാണ് ജനിക്കുന്നത്. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ, യഥാർത്ഥത്തിൽ ജന്മം ഇല്ലാത്ത ആ പരബ്രഹ്മമൂർത്തി പത്മേക്ഷണൻ, താമര പൂ പോലെയുള്ള മനോഹരമായ കണ്ണുകളോടുകൂടിയ ഭുവനേശ്വരൻ, സാക്ഷാൽ മഹാവിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അതേ രൂപഭാവത്തിൽ അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഭഗവാൻ ആ മായയുടെ ആവരണം മാറ്റിയിട്ട് തന്റെ അമ്മയായ കൗസല്യാദേവിക്ക് തന്റെ ഒരു ദിവ്യ ദർശനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ദർശനം ലഭിക്കുന്ന സമയത്ത് ആ ദർശനം ലഭിക്കുന്നയാൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ആ ഒരു മായയുടെ ആവരണം വിട്ടൊഴിയും. അങ്ങനെ വിട്ടൊഴിയുമ്പോഴാണ് അവർക്ക് ആ പരമാത്മാവിന്റെ യഥാർത്ഥ അനുഭവം, ആ ഒരു രൂപം, യഥാർത്ഥത്തിൽ ആരാണ് ഭഗവാൻ എന്ന് അവർക്ക് സ്വയം ബോധ്യമാകും. അങ്ങനെയാണ് അവർ ഭഗവാനെ പല വാക്കുകളെ കൊണ്ട് സ്തുതിക്കുന്നത്. അപ്പോ ഇത് ശ്രീകൃഷ്ണ അവതാരത്തിലും നമുക്ക് കാണാം. ദേവകി വസുദേവർക്ക് ഭഗവാൻ ഇങ്ങനെ ഒരു ദർശനം കൊടുത്തപ്പോഴാണ് അവർ കുറച്ചു നേരത്തേക്ക് ആ മായാബന്ധനത്തിൽ നിന്ന് മുക്തരായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത്. ഇതുപോലെ യശോദയ്ക്ക് തന്റെ വായയിൽ എല്ലാം ഭഗവാൻ കാണിച്ചു കൊടുത്തപ്പോഴും യശോദ കുറച്ചു നേരത്തേക്ക് മായയിൽ നിന്ന് മുക്തയായിരുന്നു. അതുപോലെ അർജുനന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത സമയത്തും കുറച്ചു നേരത്തേക്ക് അർജുനൻ മായയിൽ നിന്ന് മുക്തനായിരുന്നു. ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കുറച്ചു നേരത്തേക്ക് അവർ ആ മായാബന്ധനത്തിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് അവർക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതും. അതുകൊണ്ടാണ് അവർ ആ പരമാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നത്. അതാണിവിടെ കൗസല്യയ്ക്ക് ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുത്തു. ആ രൂപം സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം
100 കിരണങ്ങളുള്ള സൂര്യൻ ഒരുമിച്ച് സഹസ്രായുധം 10,000 അത്രയും സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നത് പോലെ, അങ്ങനെ ഉയർന്നാൽ എത്രമാത്രം പ്രകാശമുണ്ടാകുമോ അതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി, സഹസ്രപത്രോദ്ഭവൻ ബ്രഹ്മാവ്, നാരദമുനി, സനത്കുമാരാദി മഹർഷിമാർ, ഒപ്പം സഹസ്രനേത്രം മുഖം, സഹസ്രനേത്രൻ ഇന്ദ്രന് ഈ അഹല്യയുടെ ആ ഒരു ശാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ദ്രന് 1000 കണ്ണുകൾ ഉണ്ടാവട്ടെ എന്ന ശാപം കിട്ടിയത്. അങ്ങനെ ആണ് ഇന്ദ്രന് സഹസ്രനേത്രൻ എന്ന പേര് വന്നത്. അങ്ങനെ ഇന്ദ്രൻ അതുപോലെയുള്ള, ഇവിടെ സഹസ്രനേത്ര മുഖ എന്നതുകൊണ്ട് ഇന്ദ്രാദികളായിട്ടുള്ള വിബുധേന്ദ്രന്മാരാലും ദേവന്മാരാലും വന്ധ്യമായിരിപ്പോരു, അവരാൽ വന്ദിക്കപ്പെടുന്ന ഭഗവാന്റെ ആ രൂപത്തെയാണ് ഇനി വർണ്ണിക്കുന്നത്. നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും. മകുടം ഭഗവാൻ ഓരോരോ അവസരത്തിൽ ഭഗവാൻ കിരീടവും മകുടവും മാറി മാറി ധരിക്കും. അപ്പൊ രണ്ടിൻ്റെതായ പ്രത്യേകതകളാണ്. ഒപ്പം സുന്ദരമായ ചിഗുരം, നല്ല ഇടതൂർന്ന ചുരുണ്ട മുടി, ആ മുടിയുടെ അളകം കുറുനിര, അതിങ്ങനെ മുഖത്തേക്ക് വീഴുന്നത് കൊണ്ടുള്ള സുഷമ ഭംഗി. ഒപ്പം ഭഗവാന്റെ കണ്ണുകളാകട്ടെ കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനം, ആ ഒരു കാരുണ്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. ആരുണ്യാംബര പരിശോഭിത ജഘനം, അരുണാംബരം, അരുണം എന്നാൽ നല്ല ചുവന്ന അംബരം വസ്ത്രം, ചുവന്ന വസ്ത്രം പരിശോഭിതം, ധരിച്ചതുകൊണ്ട് പരിശോഭിതമായിരിക്കുന്ന ജഘനം ഭഗവാന്റെ അരക്കെട്ട്. ഒപ്പം ശംഖ ചക്ര അബ്ജ ഗദാശോഭിത ഭുജങ്ങളും, ഭഗവാന്റെ 4 കൈകളിലായിട്ട് ശംഖം, ചക്രം, അബ്ജം, താമര, ഗദ, ഇത്രയും അലങ്കാരങ്ങൾ ഉണ്ട്. ഒപ്പം ശംഖസന്നിഭം, ഒരു വലംപിരി ശംഖു പോലെ അതിന്റെ ആകൃതിയിൽ സുന്ദരമായിരിക്കുന്ന, അതുപോലെ സുന്ദരമായ ഗളം ഭഗവാന്റെ കഴുത്ത്. അതിൽ രാജിതം, അതിൽ വിരാജിക്കുന്ന കൗസ്തുഭവും, കൗസ്തുഭം എന്ന രത്നം ഭഗവാന്റെ കഴുത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന രത്നമാണ്. ഒപ്പം ഭക്തവാത്സല്യം, ഭക്തന്മാർക്ക് കണ്ടറിവാനായിട്ട് വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവം. ഭഗവാന് ഈ ശ്രീവത്സം മറുകിൽ ധരിക്കാനുണ്ടായ കാരണം ഭൃഗു മഹർഷി ഒരിക്കൽ ഭഗവാനെ ചവിട്ടിയതാണ്. അപ്പൊ അങ്ങനെ ചവിട്ടിയിട്ട് പോലും ആ ഭൃഗു മഹർഷിയോട് കോപിക്കാതെ, അതാണ് ഭക്തവാത്സല്യത്തെ തന്റെ മറ്റുള്ള ഭക്തന്മാർക്ക് കണ്ടറിവാനായിട്ട് ഒരു അടയാളം എന്ന പോലെ വ്യക്തമായിരിപ്പൊരു പാവനമായ ശ്രീവത്സം എന്ന മറുക് അത് ധരിച്ചിരിക്കുന്നു. കുണ്ടല മുക്താഹാരം, കുണ്ടലം മകരകുണ്ടലം, കമ്മലുകൾ, മുക്താഹാരം മുത്തുമാലകൾ, കാഞ്ചി നൂപുര മുഖമണ്ഡനം, കാഞ്ചി കാൽത്തളകൾ, നൂപുരം, കാഞ്ചി നൂപുരം, സ്വർണ്ണ നൂപുരം, സ്വർണ്ണ പാദസരം, മുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ഡല വദനവും. ഒപ്പം തിളങ്ങുന്ന ഇന്ദുമണ്ഡലം, ആ ചന്ദ്രമണ്ഡലം പോലെ വിളങ്ങുന്ന ഭഗവാന്റെ മുഖമണ്ഡനം. പിന്നെ പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും, വാമന അവതാര സമയത്ത് 14 ലോകങ്ങളും ഒരു അടികൊണ്ട് അളന്ന ആ പാദാബ്ജം, ആ പാദകമലം. കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും, ഇങ്ങനെ ഭഗവാന് നേരിട്ട് കണ്ട ആ പരമാനന്ദത്തോടെ മോക്ഷദനായ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ജഗത് സാക്ഷിയാം പരമാത്മാ, ജഗത്തിന്റെ തന്നെ സാക്ഷിയായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള സാക്ഷാൽ ശ്രീനാരായണൻ താൻ ഈ തന്റെ മകനായിട്ട് ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഇപ്പോ മായാ ബന്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു മുക്തി കിട്ടിയ കൗസല്യാദേവിയാണ് ഇനി സ്തുതിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളൊക്കെ വെളിവായി കിട്ടിയ ഒരു
അവസ്ഥയിലാണ് കൗസല്യാദേവി ഉള്ളത്. ആ രീതിയിലാണ് ദേവി സ്തുതിക്കുന്നത്. നമസ്തേ ദേവദേവ ശംഖ ചക്ര അബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദന ഹരേ, നമസ്തേ നാരായണ നമസ്തേ നരകാരേ, സമസ്തേശ്വര ശൗരേ. ശൗരിയുടെ മകൻ, ശൂരസേനന്റെ മകന്റെ മകൻ എന്ന രീതിയിലാണ് ശൗരേ എന്ന് വിളിക്കുന്നത്. നമസ്തേ ജഗത്പദേ, നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഇത് സീതാദേവി ഹനുമാന് പറഞ്ഞുകൊടുത്ത ആ രഹസ്യം ഇവിടെ കൗസല്യാദേവിക്ക് കുറച്ചു നേരത്തേക്ക് ആ മായാബന്ധത്തിൽ നിന്ന് മുക്തയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ മനസ്സിലായത്. അപ്പോ പറയുകയാണ്, ആ സത്യം ഗ്രഹിച്ച് പറയുകയാണ്, ഭഗവാനെ അങ്ങ് ആ മായാദേവിയെ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എന്നാൽ സത്വാദി ഗുണത്രയമാശ്രയിച്ച്, സത്വ രജ തമോ ഗുണങ്ങളെ ആശ്രയിച്ചാണ് ഇവിടെ സൃഷ്ടി ഒക്കെ നടത്തുന്നത്. ഇതിനെ ആശ്രയിച്ച് എന്തിന് ഇത് എന്ന്, എന്തിനാണ് ഈ ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്, എന്തിനിങ്ങനെ സംഹരിക്കുന്നു, ഇങ്ങനെ സ്ഥിതി പാലനം ചെയ്യുന്നു, ഇതൊന്നും ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. ഉത്തമരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും ഭഗവാനെ ഇന്നും അറിയില്ല, ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടി നടത്തുന്നത്. ഒരു കൊച്ചുകുട്ടി മണ്ണപ്പം ചുട്ട് കളിക്കുന്നത് പോലെ മണ്ണുകൊണ്ട് കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കുറേ നേരം അതിനെ വെച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മതിയായി, എല്ലാം തച്ചുടച്ചു. അങ്ങനെ കുട്ടി കളിയൊക്കെ വിട്ടുപോയി. ഇതേപോലെ ഭഗവാൻ ഈ പ്രകൃതിയെ വെച്ചൊരു കളി, ഒരു ലീല, അതാണ് ഭഗവാന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ഇതൊന്നും ഒരു സാധാരണക്കാരന് അവന്റെ ആ പരിമിതമായ ബുദ്ധി കൊണ്ട് എത്രയൊക്കെ ആലോചിച്ചാലും മനസ്സിലാവില്ലല്ലോ ഭഗവാനെ. ഇനി ഭഗവാന്റെ ആ പരമാത്മ തത്വ രൂപത്തിലുള്ള ആ ഒരു വിശേഷണങ്ങളെ പറയുന്നു. ഇതിൽ പല കാര്യങ്ങളും പല പേരുകളുടെയും ആ ഒരു അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. മുമ്പ് സൂചിപ്പിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും വന്നാൽ, പുതിയതായിട്ടുള്ളത് കണ്ടാൽ ഞാൻ അർത്ഥം പറയാം. അല്ലാത്തത് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ്. പരമൻ, പരാപരൻ, പരബ്രഹ്മാഖ്യൻ, പരബ്രഹ്മം എന്ന് ആഖ്യം എന്ന് വെച്ചാൽ പേരുള്ളവൻ, പരൻ പരമാത്മാവ്, പരൻ പുരുഷൻ, പരിപൂർണൻ, അച്യുതൻ ഒരിക്കലും ച്യുതി സംഭവിക്കാത്തവൻ, അനന്തൻ, അവ്യക്തൻ, അവ്യയൻ, ഏകൻ. അച്യുതൻ, അനന്തൻ, അവ്യക്തൻ, അവ്യയൻ, ഏകൻ, ഇങ്ങനെയാണ് ഒരുമിച്ച് പറയുന്നത്. നിശ്ചലൻ, നിരുപമൻ, നിർവാണപ്രദൻ, നിർവാണം മോക്ഷം, മോക്ഷത്തെ തരുന്നവൻ, നിത്യൻ, നിർമ്മലൻ, നിരാമയൻ, നിർവികാരാത്മാദേവൻ, നിർമ്മമൻ, മമത്വമില്ലാത്ത, ഒന്നിനോടും മമത്വമില്ലാത്ത, നിരാകുലൻ, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാത്ത, നിരഹങ്കാരമൂർത്തി, അഹങ്കാരം എന്നാൽ വ്യക്തിബോധം, ഞാൻ എന്നൊരു വ്യക്തിബോധമില്ലാത്തവനാണ്. അങ്ങനെയുള്ള നിരഹങ്കാരമൂർത്തി, നിഷ്കളൻ, നിരഞ്ജനൻ, നീതിമാൻ, നിഷ്കൽമഷൻ, നിർഗുണൻ, നിഗമാന്തവാക്യാർത്ഥവേദ്യൻ. ഇതേ അർത്ഥം വരുന്ന വാക്കാണ് വേദാന്തവാക്യ വേദ്യൻ എന്ന് ഭഗവാന്റെ വന്ദന ശ്ലോകങ്ങളുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇവിടെ വേറൊരു പദം ഉപയോഗിച്ച് പറയുന്നു. നിഗമം എന്നാൽ വേദം, നിഗമാന്തം വേദാന്തം, വേദാന്തവാക്യ അർത്ഥം, തത്വമസ്യാദി വാക്യാർത്ഥം കൊണ്ട് മാത്രം വേദ്യൻ, അറിയപ്പെടുന്നവൻ, നാഥൻ, എല്ലാറ്റിന്റെയും നാഥനായിരിക്കുന്നവൻ, നിഷ്ക്രിയൻ, നിരാകാരൻ, നിർജര നിഷേവിതൻ, നിർജരന്മാർ എന്നാൽ ജരാനരാദികളില്ലാത്ത ആ ദേവന്മാരാൽ നിഷേവിതൻ, എപ്പോഴും സ്തുതിക്കപ്പെടുന്നവൻ, നിഷ്കാമൻ, ഒന്നിനെക്കുറിച്ചും ആഗ്രഹമില്ലാത്തവൻ, നിയമിനാം ഹൃദയ നിലയനൻ, നിയമികൾ എന്നാൽ
മനസ്സിനെ നിയന്ത്രിച്ച, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച യോഗികൾക്ക് മാത്രം അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നവൻ ഹൃദയ നിലയനൻ. ഇനി അദ്വയൻ, അജൻ, അമൃതാനന്ദൻ, നാരായണൻ, വിദ്വന്മാനസ പത്മമധുവൻ. ഇത് തന്നെയാണ് മുമ്പ് വിദ്വദ്ഭൃംഗാരാമൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ അർത്ഥം തന്നെയാണ്. വിദ്വാൻമാരാകുന്ന പണ്ഡിതന്മാരാൽ ആകുന്ന മധുവൻ. മധുവൻ എന്നാൽ വണ്ട്. ആ വണ്ടിനാൽ ഭഗവാൻ എന്ന രസം, ആത്മരസത്തെ കുടിക്കുന്നു. അങ്ങനെ കുടിക്കപ്പെടുന്നവൻ മധുവൈരി. മധു എന്ന രാക്ഷസന്റെ വൈരി, ശത്രുവായിരിക്കുന്നവൻ. സത്യജ്ഞാന ആത്മാ, സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിരിക്കുന്നവൻ. സമസ്തേശ്വരൻ, സനാതനൻ, എന്നും ഇവിടെയുള്ള ആ ഭഗവാൻ. സത്വസഞ്ജയ ജീവൻ. ഭഗവാൻ ഒരു രൂപം സ്വീകരിക്കുമ്പോൾ സത്വം മാത്രമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇതാണ് നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. മറ്റ് രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വഗുണം മാത്രം എടുത്താണ് ഭഗവാൻ രൂപം സ്വീകരിക്കുന്നത്. സനകാദിഭി സേവ്യൻ, സനകാദി മഹർഷിമാരാൽ സേവിക്കപ്പെടുന്നവൻ. തത്വാർത്ഥബോധരൂപൻ, നേരത്തെ പറഞ്ഞ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ എന്ന അതേ അർത്ഥമാണ്. ആ ഒരു തത്വം കൊണ്ട് ഭഗവാനെ അറിയേണ്ടത് താത്വികമായിട്ടാണ്, ശരിയായ രീതിയിൽ. അപ്പൊ അതിന്റെ അർത്ഥത്താൽ മാത്രം ബോധം, നമുക്ക് അറിവ് ലഭിക്കുന്ന അങ്ങനെയുള്ള ബോധസ്വരൂപനാണ് ഭഗവാൻ. സകല ജഗന്മയൻ, ഈ ജഗത്ത് തന്നെ ഭഗവാനാണ്. ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് ഈ ജഗത്ത്. സത്താമാത്രകനല്ലോ. ആ സത്ത്, ഉണ്മ ഇവിടെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്. അങ്ങനെ ഇവിടെ എന്നും ഉള്ളത് ഭഗവാൻ മാത്രമാണ്. നിൻതിരുവടി നൂനം, അങ്ങ് മാത്രമാണല്ലോ ഭഗവാനെ ഇവിടെ എന്നും ഉള്ളത്. നിൻതിരുവടിയുടെ ജഠരത്തിങ്കൽ, ഭഗവാനെ അങ്ങയുടെ ഉദരത്തിലാണ് നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. വിരാട് സ്വരൂപ വർണ്ണനയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ഉദരം എന്നത് സമുദ്രമാണ്. അപ്പോ ഈ പ്രകൃതി പ്രളയകാലത്ത് ലയിക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലേക്കാണ്. അതായത് ഈ 14 ലോകങ്ങളും സർവ ബ്രഹ്മാണ്ടങ്ങളും മഹാപ്രളയത്തിൽ ലയിക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ഉദരത്തിൽ ലയിക്കുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്നാണ് സങ്കല്പം. അപ്പോ അങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ കിടക്കുന്ന അങ്ങയുടെ ജഠരത്തിൽ, അങ്ങയുടെ ജഠരത്തിലാണല്ലോ ഭഗവാനെ. അങ്ങനെയുള്ള ഭവാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വന്തം വയറിനുള്ളിൽ ഉദരത്തിൽ വഹിക്കുന്ന ഭഗവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്ത് കാരണം പോറ്റി. ഭഗവാനെ, അങ്ങ് ഈ ഉള്ളവളുടെ ജഠരത്തിൽ ഇങ്ങനെ വന്നു വസിച്ചുവല്ലോ. 9 മാസവും അത്രയും ദിവസവും കഴിഞ്ഞു. അപ്പൊ അങ്ങ് എന്റെ വയറ്റിൽ വന്ന് ജനിച്ചുവല്ലോ. ഇതിനെന്ത് കാരണം ഭഗവാനെ? ഒപ്പം തന്നെ ആ മായാമുക്തയായതുകൊണ്ടാണ് ഇനി അടുത്ത് പറയുന്നത്, ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ കുറച്ചു നേരം ആ മായയിൽ നിന്ന് വിട്ടുനിന്നപ്പോഴാണ് ഈ ഭക്തന്മാരൊക്കെ തന്നെ വിഷയമായുള്ളൊരു, ഇവിടുത്തെ ഭൗതികമായ വിഷയങ്ങളിൽ പെട്ട് ഉഴലുന്നു. ആ ഒരു പാരവശ്യം എനിക്ക് വ്യക്തമായി കാണായി വന്നു. ഞാനിതാ കാണുന്നു അവരൊക്കെ എന്തുമാത്രമാണ് ഈ ലോകത്തിൽ കിടന്നിങ്ങനെ വിഷമിക്കുന്നത്. ഈ ഉള്ളവളും, അതായത് കൗസല്യ സ്വയം പറയുകയാണ്, ഭർത്തൃപുത്രാർത്ഥ ആകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഞാനും അതുപോലെ എന്നെ പോലെയുള്ള സാധാരണ ലൗകികരും എല്ലാവരും ഭർത്താവ്, പുത്രന്മാർ, അവരുടെ അതുപോലെ അർത്ഥം, ധനം, ധനസമ്പാദനം, ഇതിനെക്കുറിച്ചൊക്കെ ആകുലരായിട്ട് ഈ സംസാരമാകുന്ന ദുഃഖ അംബുധൗ, ദുഃഖമാകുന്ന ആ സമുദ്രത്തിൽ നിത്യവും നിമഗ്നയായിട്ട്, എന്നും ഇതിലിങ്ങനെ മുങ്ങിയിട്ട് ആ ദുഃഖസാഗരത്തിൽ മുങ്ങി ഈ ഒരു മായാ
ലോകത്തിന്റെ ആ ഒരു കളികളൊന്നും അറിയാതെ അതിൽ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ ഭ്രമിക്കുന്നല്ലോ ഭഗവാനെ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ, ഭഗവാന്റെ തന്നെ മായാശക്തിയാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ കാണാനും ആ മഹാമായയാകുന്ന അംബികയുടെ, ജഗദീശ്വരിയുടെ ആ ഒരു അനുഗ്രഹം വേണം. ആ മായ തന്നുടെ ബലത്തിനാൽ, അതിന്റെ ഒരു അനുഗ്രഹത്താലാണ് ഇന്ന് നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. എനിക്കിത് കാണാൻ ഭാഗ്യം ലഭിച്ചല്ലോ ഭഗവാനെ. ത്വത്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. എനിക്ക് ഇന്ന് എന്റെ മുന്നിൽ കണ്ട ഈ രൂപം എന്നും നിത്യവും എന്റെ ഉൾക്കാമ്പിൽ, എന്റെ ചിത്തത്തിൽ വസിക്കേണം. ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ, എന്റെ എല്ലാ പാപങ്ങളും ഒടുങ്ങുവാൻ ഭഗവാനെ. അതുപോലെ മറ്റൊരു പ്രാർത്ഥന കൂടെ, വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ, ഈ ജഗദീശ്വരിയായിട്ട് മോഹിനിയായിട്ട് നമ്മയൊക്കെ മോഹിപ്പിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ മഹാമായയാണല്ലോ, വിഷ്ണുമായയാണല്ലോ. വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. ഭഗവാനെ, എന്നെ ഒരുപാടൊന്നും മോഹിപ്പിക്കരുത്. എനിക്ക് എന്നും ഭഗവാന്റെ ഈ ഒരു ദർശനം എന്റെ ഉള്ളിൽ എന്നും ഇങ്ങനെ ഉണ്ടാകണം. എന്നാൽ അപ്പോഴും തന്റെ ഒരു അമ്മ എന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥന കൗസല്യാദേവി പറയുകയാണ്. ഭഗവാനെ, കേവലം അലൗകികമാണ് ഈ രൂപം. അതായത് സാധാരണ ലൗകികരുടെ ദൃഷ്ടിയിൽ പെടാത്ത ഈ അലൗകികമായ വൈഷ്ണവമായ രൂപം, വൈഷ്ണവൻ ചൈതന്യത്തിന്റെ മായയിലുള്ള ഈ രൂപം. മായയിലേക്ക് വരുമ്പോഴാണ് ആ ബ്രഹ്മം പോലും ഒരു രൂപം സ്വീകരിക്കുന്നത്. അങ്ങനെ ആ വൈഷ്ണവമായ ഈ രൂപത്തെ ദേവേശ മറയ്ക്കണം. എനിക്കിത് കാണിച്ചു തന്നല്ലോ, എന്റെ ജീവിതം സാർത്ഥകമായി. പക്ഷെ എനിക്ക് അങ്ങയെ ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ വേണം. അതുകൊണ്ട് അങ്ങിത് മറയ്ക്കണം, മറ്റുള്ളവർ കാണും മുൻപേ. അപ്പൊ ദേവിക്ക് അറിയുന്നില്ല, ഇത് ദേവിക്ക് മാത്രമായിട്ട് ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹമാണ്. പക്ഷെ ദേവി വിചാരിക്കുന്നു, ഇത്രയും പ്രകാശമൊക്കെ മറ്റുള്ളവർ കാണുമോ? ഇങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ ഒരു സംഭ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ കാണും മുമ്പേ അതൊന്നും മറയ്ക്കണം ഭഗവാനെ. എന്നിട്ട് ലാളന ആശ്ലേഷാദി അനുരൂപമായിരിപ്പോരോ, എനിക്ക് ഒരു കുഞ്ഞിനെ പോലെ ലാളിക്കാൻ, ആശ്ലേഷിക്കാൻ അനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. ഭഗവാനെ, എനിക്ക് ഭഗവാന്റെ ആ നിഷ്കളങ്കമായ ആ ഒരു കുഞ്ഞിന്റെ രൂപം എന്റെ മുന്നിൽ ഭഗവാൻ അങ്ങനെയായി തീരൂ എന്ന് കൗസല്യാദേവി പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നും കൂടെ പറയാണ്. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ, ഭഗവാനെ, അങ്ങയെ ഒരു പുത്രവാത്സല്യത്താൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുമ്പോൾ ആ ഒരു പരിചരണം, അതിലൂടെ, അവിടെ വ്യാജം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യാജമല്ല, ആ രീതിയിൽ ഞാൻ അങ്ങയെ സേവിക്കുകയാണല്ലോ. അപ്പോ പരമാത്മാവിനെ പുത്രവ്യാജേന സ്നേഹിച്ചുകൊണ്ട് എനിക്ക് കടക്കേണം ദുഃഖ സംസാരാർണവം, ഈ ദുഃഖമാകുന്ന സംസാര അമ്പുധി, ആ ഒരു സമുദ്രം എനിക്ക് കടക്കേണം ഭഗവാനെ. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. ഇങ്ങനെ കൗസല്യാദേവി പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തിരിച്ച് ദേവിയോട് പറയുകയാണ്, മാതാവേ, ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദേവി എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഉണ്ടാകും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ, അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ആ രാവണനെ കൊന്നിട്ട് സമ്മോദം, ഈ സന്തോഷം, ഈ ലോകത്തിന് സമാധാനം സന്തോഷവുമൊക്കെ ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം പണ്ട് ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ, ബ്രഹ്മാവും ശങ്കരനും തുടങ്ങിയ ദേവന്മാരും ഒക്കെ എല്ലാവരും ചേർന്നിട്ട്
നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ അവരൊക്കെ വന്നെന്നെ സേവിച്ചു. അങ്ങനെ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായിട്ട്, ഈ മനുഷ്യ വംശത്തിൽ നിങ്ങൾക്ക്, കൗസല്യാദേവിക്കും ദശരഥനും തനയനായിട്ട്, മനുഷ്യനായിട്ട് മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. ഇനി എന്തുകൊണ്ട് കൗസല്യക്ക് തന്നെ ജനിച്ചു എന്ന് പറയുന്നു? പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. അമ്മേ, എന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് കാലം തപസ് ചെയ്തുവല്ലോ പൂർവജന്മനി. അങ്ങനെ പൂർവജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ ഫലമായിട്ട് പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ, അത് കാരണമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വേഷത്തെ കാട്ടിത്തന്നു. എന്റെ ഈ പൂർണ്ണ അവതാര സ്വരൂപത്തെ ഞാൻ അമ്മയ്ക്ക് കാട്ടിത്തന്നത് അതുകൊണ്ടാണ്. അന്ന് ചെയ്ത പുണ്യമാണതിന് കാരണം. ദുർലഭം മദ്ദർശനം, മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം. എന്റെ ഈ ദർശനം ദുർലഭമാണ്, യോഗികൾക്ക് പോലും ദുർലഭമാണ്. മദ്ദർശനം, ഇത് മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ. അങ്ങനെ മോക്ഷ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്റെ ഈ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം ഇല്ലല്ലോ. പിന്നെ അയാൾക്ക് ഇനി ഒരു ജന്മമില്ല. അങ്ങനെ ജന്മ സംസാര ദുഃഖത്തെ ഇല്ല എന്ന് തന്നെ ഞാനിതാ വാക്ക് തരുന്നു. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. എന്റെ ഇപ്പോൾ ഈ കണ്ട രൂപത്തെ എന്നും ധ്യാനിച്ചാൽ തീർച്ചയായും മോക്ഷം ലഭിക്കും, സംശയമില്ല. ഒപ്പം തന്നെ ഇത് വായിക്കുന്ന ഭക്തരായിട്ടുള്ളവർക്കും ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കുന്നു. യാതൊരു മർത്യൻ ഇഹ, ഏതൊരു മനുഷ്യനാണോ ഇവിടെ നമ്മിലെ സംവാദം, ഇപ്പോൾ നമ്മൾ തമ്മിൽ നടന്ന ഈ ഒരു സംവാദത്തെ ആദരാൽ പഠിക്കതാൻ, വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടെ ഭക്തിയോടെ ആരാണോ ഇത് അധ്യയനം ചെയ്യുന്നത്, പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും ഭക്തിയോടെ ആരിത് കേൾക്കുന്നുവോ സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും. അവന് സാരൂപ്യ മുക്തി, സാരൂപ്യം എന്നാൽ ഭഗവാന് തുല്യമായ രൂപത്തോടും ചേർന്നവനായിത്തീരും. അങ്ങനെ വൈകുണ്ഠത്തിലെത്തും എന്നർത്ഥം. ആ വൈകുണ്ഠ ലോകത്തെത്തി ഭഗവാന് തുല്യമായ രൂപഭാവത്തോട് അങ്ങനെ ആയിത്തീരും. അതാണ് സാരൂപ്യമുക്തി. അത് ഉണ്ടാകുമെന്നറിഞ്ഞാലും ഒപ്പം ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇങ്ങനെ ഒരാള്, ഏതൊരു ഭക്തൻ ഇത് കേൾക്കുന്നു, ഇത് പഠിക്കുന്നുവോ, ഭക്തിയോടെ ഇതിനെ മനസ്സിൽ മനനം ചെയ്യുന്നുവോ, അങ്ങനെ ഒരാൾക്ക് മരിക്കുന്ന ആ ഒരു സമയത്ത്, തന്റെ അവസാന കാലത്ത് മത്സ്മരണയുമുണ്ടാകും. എന്നെക്കുറിച്ചുള്ള സ്മരണ വളരെ വ്യക്തമായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഓം ശ്രീരാമചന്ദ്രായ നമഃ.